മലയാളത്തിൽ നിന്ന് മഹാ അത്ഭുതം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മഹാ അത്ഭുതം എന്ന് പറയാൻ കാരണം ഇതിന്റെ ജോണർ അറിയില്ല. ത്രില്ലർ എന്നൊന്നും പറയല്ലേ. ത്രില്ലർ എന്ന് പറഞ്ഞാൽ ത്രില്ലർ ചിരിക്കും. വേണമെങ്കിൽ നമുക്കൊരു പരിപ്പ് വട ത്രില്ലർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന പടമാണ്. നമ്മുടെ മാധവ് സുരേഷ് ഗോപിയുടെ മകന്റെ ഡെബ്യൂ പെർഫോമൻസ് ആണ് കുമാറ്റിക്കളിയിൽ. ആ സിനിമയെ പറ്റിയിട്ടാണ് പറയുന്നത്. മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ മനോരമ മാക്സിന്റെ കണ്ണൊക്കെ മൂട്ടിലാണ് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് സിനിമ എടുക്കുന്നത്. നല്ല പടങ്ങൾ മാത്രമേ എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് എല്ലാ ചവറും പോയിട്ട് എടുക്കുന്നതാണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു വാച്ച് ഓൾ സോർട്ട് ഓഫ് ഷീറ്റ്സ് ദെൻ മനോരമ മാക്സ് ഇസ് ഓൾ യുവേഴ്സ് എന്നേ പറയുള്ളൂ. സോ ഹാർഷായിട്ട് പറയില്ല, കാരണം ആളുടെ ഡെബ്യൂ പെർഫോമൻസ് ആണ്. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, വാനപ്രസ്ഥത്തിലെ മോഹൻലാലൊന്നും ആവണ്ട, കമലഹാസനും ആവണ്ട, 5-6 പിള്ളേർ തമ്മിൽ ഏത് നേരം സൊറ പറയുന്ന സീൻസ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. ഇവൻ അതുവരെ ആർട്ടിഫിഷ്യാലിറ്റിയുടെ എക്സ്ട്രീം ഓവർ ആക്ടിംഗ് എന്ന് പറയില്ല, അതാണ് വെച്ചാൽ പിന്നെ രസം ഉണ്ടായിരുന്നു. നാടകം പോലും നാണിച്ചു. അമ്മാരി ഡയലോഗ് ഡെലിവറിയും പെർഫോമൻസും ആണ് പണി വെച്ചിരിക്കുന്നത്. ഇപ്പോ നമ്മളെ നാനിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, എന്താണ് നാനി പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോട്ട് ഓർ സ്റ്റേറ്റ് വേഴ്സസ് നോബഡി. അതിൽ അഭിനയിച്ചതും പിള്ളേർ തന്നെയാണ്. എനിക്ക് അവരുടെയും ഡെബ്യൂ പെർഫോമൻസ് ആണ് തോന്നുന്നു. ആ പിള്ളേരൊക്കെ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് കാണണം. എന്ത് നാച്ചുറൽ ആയിട്ടാണ്. ഈവൻ റൊമാൻസ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീൻസ്, ആ ഒരു 16 മിനിറ്റിന്റെ സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നതൊക്കെ പട്ടയായിട്ടാണ് അവർ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. കിണറ്റിലിട്ട കിണറ്റിലാണ് മോശം എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാരി ഒരു പടമാണ്. സോ ഈ സിനിമയിൽ വന്നിട്ട് നമ്മുടെ മാധവ് സുരേഷ് അടക്കം ഒരു 6 പേരുടെ ഒരു ഗ്യാങ് ഉണ്ട്. അവര് അമ്മ എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ ലെനേനാണ്. സോ ലെന വന്നിട്ട് ഏത് നേരം ബംഗാളിയെ പോലെ വായിൽ ഹാൻഡ്സും വെച്ച് തുപ്പി നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആള് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു, അതേപോലെ പ്രൊഫസർ ആയിരുന്നു, തോക്കൊക്കെ ഉള്ള പ്രൊഫസറാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും ബേസിക്കലി തിയേറ്ററിൽ ഇറക്കേണ്ട സിനിമ ആയിരുന്നില്ല. 2 ഡബിൾ മുണ്ട് അല്ല 2 തോർത്ത് മുണ്ട് റോട്ടിൽ നീട്ടി വിരിച്ച് കാണിക്കേണ്ട സിനിമയാണ്. കാരണം വേണ്ടവര് കണ്ടാൽ മതിയല്ലോ ആ സമയത്ത്. ഇതിന്റെ ഡയറക്ടറൊക്കെ എവിടെ നോക്കി ഇരിക്കുകയായിരുന്നു എന്നാണ് പലപ്പോഴും എനിക്ക് ഇങ്ങനത്തെ ഒരു സീന് കാണുമ്പോൾ, ഇത്രയും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവര് പെർഫോം ചെയ്യുമ്പോൾ ആ ഡയറക്ടർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് ഈ പണിക്ക് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദ പ്രൊഡ്യൂസർ, എന്റെ പൊന്ന് സാറേ, ഇതിന്ന് എന്തായാലും നിങ്ങൾക്ക് 10 പൈസ കിട്ടാൻ വേണ്ടി പോണില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ടവര്, ഒരു ഗതിയും പരഗതി ഇല്ലാത്ത എത്രയോ പേരുണ്ട്, അവരെ ഈ പൈസയും കൊണ്ട് സഹായിച്ചെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് പുണ്യമെങ്കിലും തിരിച്ചു കിട്ടുന്നേ പറയാനുള്ളൂ. പിന്നെ പറയാനുള്ളത്, ഇതിന്റെ പ്രൊഡ്യൂസറൊക്കെ പടക്കക്കട തുടങ്ങുന്നതായിരുന്നു ഇതിലും ഭേദം. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. മനോരമ മാക്സിൽ ഈ പടം അവൈലബിൾ ആണ്. എനിക്ക് ഒട്ടും വർക്കാവാത്ത ഒരു സിനിമയാണ്. ഇതില് മറ്റേ മാധവ് സുരേഷിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏത് നേരവും കാമുകിയെ കാണാൻ പോണം മറ്റൊരു കൊച്ചിനെ കാണാൻ പോകും. എന്നിട്ട് ആ കൊച്ചു വന്നിട്ട് വലിയ മൈൻഡൊന്നും ചെയ്യില്ല. എന്നിട്ട് ഈ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് ഈ വെടിക്കഥ പറയും, അതായത് ഉണ്ടാക്കി പറയും. ഞാൻ അവളുടെ വണ്ടിയുടെ പിന്നാലെ ഇരുന്നു, ആ കാറ്റത്ത് അവളുടെ മുടി എന്റെ മൂക്കിലൂടെ കയറി, ഞാൻ അവളുടെ ഇടുപ്പ് പിടിച്ചു, അവിടേക്ക് പിടിക്കാൻ പോയി എന്നൊക്കെ. എന്നെ ഒരു പരട്ട പ്രേമം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും വൃത്തികെട്ട ഒരു പ്രേമം ഈ അടുത്ത കാലത്തൊന്നും ഞാനൊരു സിനിമയിലും കണ്ടിട്ടില്ല. ഇതേപോലെ തന്നെ കുറെ പേരെ തല്ലാൻ പോകും, എന്നിട്ട് അവിടുന്ന് പേടിച്ചോടും, എന്നിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് ഏതൊരു വെടിക്കഥ അടിച്ചു വിടുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് ദാറ്റ് ടു എക്സ്ട്രീം ലെവൽ ആർട്ടിഫിഷ്യാലിറ്റിയിലാണ് ആള് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ എന്താണ് സക്സസ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആദ്യം ഇറങ്ങിയപ്പോ, തോളത്ത് കയറ്റിയൊക്കെ വെച്ചിട്ട്. എന്തിനാ ആദ്യത്തെ ഷോ തിയേറ്ററിൽ ഓടി പറഞ്ഞിട്ടാണ്? അല്ല, അറിയാൻ ചോദിക്കുകയാണ്. ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. സോ അമ്മയെ തല്ലിയാലും 4 പക്ഷമുള്ള ആൾക്കാരാണ്. സോ ഈ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്ലീസ്.